വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഫലസ്തീനുടനീളം ആഹ്ലാദത്തിമർപ്പിൽ ഗസയിൽ, റഫേൽ, ഖാൻ യൂനിസിൽ കുട്ടികളും സ്ത്രീകളും അടക്കം ആബാലവൃദ്ധം ജനങ്ങൾ തെരുവുകളിൽ തക്ബീർ ദിനങ്ങൾ മുഴക്കി ആഹ്ലാദിക്കുന്നു. എല്ലാവരും ഒരു ആഘോഷവേളയിൽ എന്ന പോലെ ആടിപ്പാടുന്നു. എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരിയും സന്തോഷവും കളിയാടുന്നു. സമാധാനത്തിന്റെ പുതിയൊരു ലോകം തുറന്ന പോലെ ഹമാസ് ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു എന്ന വാർത്ത വെളിച്ചം പരത്തി. വെടിനിർത്തൽ അംഗീകരിച്ച വാർത്ത ഹമാസിന്റെ ഉയർന്ന നേതാക്കൾ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഭരണസിരാ കേന്ദ്രങ്ങളെ അറിയിച്ചു. പൂർണ്ണ വെടിനിർത്തലോ ഇസ്രായേൽ സൈന്യം പലസ്തീൻ വിടുകയോ ചെയ്യാതെ വെടിനിർത്തൽ അംഗീകരിക്കയില്ല എന്നതായിരുന്നു ഹമാസിന്റെ ആദ്യത്തെ തീരുമാനം. അത് മധ്യസ്ഥ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയിരുന്നു. അതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ ഹമാസിന്റെ റോക്കറ്റുകൾ 4 IDF സൈനികരെ വധിക്കുകയും കുറച്ച് സൈനികർക്ക് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ റഫേൽ നിന്ന് ഒരു ലക്ഷക്കണക്കിന് ആളുകളോട് 20 കിലോമീറ്റർ അകലേക്ക് ഒഴിഞ്ഞു മാറാൻ ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. ഇസ്രായേൽ ഏത് നിമിഷവും റഫേൽ ആക്രമിക്കുമെന്നുള്ള ഭീഷണി നിലനിൽക്കെ തന്നെയാണ് ഈ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചതായി അറിയിക്കുന്നത്. ഇപ്പോൾ റഫേലിലെ 11 ലക്ഷം മനുഷ്യരുടെ മനസ്സിൽ കുളിർമഴ പെയ്യുകയാണ്. ഗസയിൽ നിന്നും ഖാൻ യൂനിസിൽ നിന്നുമെല്ലാം ആട്ടിയൊടിക്കപ്പെട്ടവർക്ക് തിരിച്ചു പോകാമെന്ന പ്രത്യാശ. കുട്ടികൾ തക്ബീർ ദിനങ്ങൾ മുഴക്കുകയും ആടിയും പാടിയും റോഡുകൾ കീഴടക്കുകയുമാണ്. എന്നാൽ തിരിച്ചു ചെല്ലുമ്പോൾ തങ്ങളുടെ ബാക്കിയുള്ള ഉറ്റവരെയും ഉടയവരെയും കാണുമ്പോൾ, തകർന്നടിഞ്ഞ വീടുകളും സ്ഥാപനങ്ങളും കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം അനിർവചനീയമായിരിക്കും. ഹമാസിന്റെ മുതിർന്ന നേതാവ് ഇസ്മായിൽ ഹനിയ ഖത്തർ പ്രധാനമന്ത്രിയെ തങ്ങൾ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായി അറിയിച്ചു. 42 ദിവസം നീളുന്ന 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തലിനൊടുവിൽ പൂർണ്ണമായ വെടിനിർത്തൽ ഉണ്ടാകുമെന്നും മധ്യസ്ഥ ശ്രമം വഹിക്കുന്ന രാജ്യങ്ങൾ ഹമാസിന് ഉറപ്പ് നൽകിയതായാണ് അറിയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ സമ്മർദ്ദം, ലോകം മുഴുവനുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, തുർക്കിയുടെയും സൗദിയുടെയും ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ വിയോജിപ്പ് എല്ലാം ഇസ്രായേലിനെ വെടിനിർത്തൽ കരാറിന് അംഗീകരിക്കാൻ നിർബന്ധിച്ചേക്കാമെന്ന ആശ്വാസം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്പോക്സ്മാൻ മാത്യു മില്ലർ പറഞ്ഞത് ഹമാസ് അംഗീകരിച്ച ഗസ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. റഫേൽ ഒരു പൂർണ്ണതോതിലുള്ള ആക്രമണത്തെ അമേരിക്ക ഒരിക്കലും അംഗീകരിക്കുന്നില്ലെന്നും മില്ലർ കൂട്ടിച്ചേർത്തു. ഇസ്രായേലാണ് ഇനി തീരുമാനിക്കേണ്ടത്. റഫേലും ഗസയിലും ഖാൻ യൂനിസിലും സമാധാനം നിലനിൽക്കണമോ, അവിടുത്തെ പിഞ്ചുകുഞ്ഞുകളുടെ മനസ്സിൽ ചുണ്ടുകളിൽ പുഞ്ചിരി ഉണ്ടാവണമോ, അതോ വീണ്ടും കൂട്ടക്കുരു തുടരണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ തീരുമാനങ്ങൾക്ക് വേണ്ടി ലോകം കാതോർത്തിരിക്കുന്നു.